ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി സൂര്യ കൊടുത്ത പണം തിരിച്ചു കൊടുത്ത ശേഷം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സൂര്യ സാറിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യ സാർ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പണം എനിക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ സൂര്യ അച്ഛൻ്റെ മുന്നിൽ വിഷമത്തോടു കൂടി പറയണം, വലിയൊരു കാര്യം ചെയ്തിട്ട് ക്ലീൻ ആയിട്ട് അങ്ങ് പൊട്ടി എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ അത് കേട്ടപ്പോൾ പുഞ്ചിരിക്കുകയാണ്. പണം എൻ്റെ കയ്യിൽ തന്നിട്ട് പോകുമ്പോൾ നല്ല വാശിയിലാണ് അയാൾ സംസാരിച്ചത്. പക്ഷെ അതൊന്നും എന്നോടല്ല എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സഹായങ്ങളെല്ലാം അയാൾ നിഷേധിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അയാളോട് റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ യതീന്ദ്രൻ പറയണേ, ഈ വീട്ടിലുള്ളവരുടെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ നന്ദിനിയും കുടുംബവും ഈ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നവരാണെന്നല്ലേ അവര് പറയുന്നത്. അർഹതയില്ലാത്ത ഒരു പൈസ പോലും സുദേവൻ ഇന്ന് വരെയും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല. പ്രിയങ്കയുടെ സീറ്റിന്റെ കാര്യം ഞാൻ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞത് അവൾക്ക് അർഹതയുള്ളത് കിട്ടട്ടെ എന്നാണ് പറഞ്ഞത്. കുടുംബത്തിന്റെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ കിട്ടുന്നതൊക്കെ കൈനീട്ടി വാങ്ങില്ലേ. പല ആവശ്യങ്ങളും പറഞ്ഞ് കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടാനാണ് നോക്കുകയുള്ളൂ. പക്ഷേ ഇവര് ചെയ്യുന്നത് കണ്ടില്ലേ, അഭിമാനമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത്. അപ്പോ സൂര്യ പറയാണ്, അയാൾ ഇനി എവിടെ പോയിട്ടാണാവോ പണം ഉണ്ടാക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോ യതീന്ദ്രൻ പറയണേ, തനിച്ചായി പോയി എന്നുള്ള തോന്നലുണ്ടോ നിനക്ക് എന്ന് പറയുമ്പോൾ സൂര്യ അങ്ങ് പുഞ്ചിരിക്കുകയാണ്. ഒരാള് നമ്മളുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടാവുക, അയാള് നമ്മുടെ കാര്യങ്ങൾ പലതിലും ഇടപെടുക, നമ്മളെ കാര്യങ്ങൾ പലതും അയാൾ കാരണം വേണ്ടെന്ന് വെക്കുക, അതൊക്കെ ഒരു ജേണിയല്ലേ. ആരെയും ഒരിക്കലും ആശ്രയിക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി അയാളെ ആശ്രയിക്കേണ്ടി വരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അയാൾ കരയുന്ന സമയത്ത് അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യും. ഈ കരച്ചിലൊക്കെ കഴിഞ്ഞ് അയാൾ ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം വരും. ഞാൻ എന്തോ ചെയ്തു തീർത്തു എന്നുള്ളൊരു തോന്നലാണ്. എനിക്കത് വേറെ എവിടെയും കിട്ടാറില്ല എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, മോനെ, നീ ഈ പറയുന്ന കാര്യത്തിന്റെ പേരാണ് സ്നേഹം. അതിപ്പോ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നായാലും കൂട്ടുകാരിൽ നിന്നായാലും ഭാര്യയിൽ നിന്നായാലും പരസ്പരം ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. സത്യസന്ധമാണെങ്കിൽ അത് മനസ്സിനെ തൊട്ടത് തന്നെയായിരിക്കും. എല്ലാം ശരിയാവുമടാ, നിന്നെ വിട്ട് അവൾക്ക് അധികം ദൂരമൊന്നും പോവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് യതീന്ദ്രൻ സൂര്യയെ ആശ്വസിപ്പിച്ച ശേഷമാണ് പോകുന്നത്. അങ്ങനെ സൂര്യ ഉറങ്ങാൻ വേണ്ടി കിടക്കാണ്. പക്ഷേ സൂര്യക്ക് ഉറക്കം കിട്ടുന്നില്ല. സൂര്യ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം കിട്ടുന്നില്ല. സൂര്യക്ക് നന്ദിനിയെ കുറിച്ച് മാത്രം മനസ്സിലേക്ക് വരികയാണ്. നന്ദിനി പൊട്ടിക്കരയുന്ന ആ ഒരു കാര്യവും നന്ദിനിയെ ആശ്വസിപ്പിക്കുന്നതും പിന്നീട് നന്ദിനിയും സൂര്യയും കൂടി പെട്ടെന്ന് വീഴുന്നതും നന്ദിനിയെ ചേർത്ത് പിടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ സൂര്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യ എണീറ്റ് ലൈറ്റ് ഇടുകയാണ്. എന്നിട്ട് നന്ദിനി പ്രാർത്ഥിക്കുന്ന ദേവിയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയണ, അമ്മയുടെ ഭക്ത എൻ്റെ ഉറക്കം കളയുകയാണല്ലോ. അങ്ങനെ സൂര്യക്ക് ആ റൂമിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ സൂര്യ കാറെടുത്ത് ഡ്രസ്സൊക്കെ മാറിയ ശേഷം കാറെടുത്ത് നേരെ നന്ദിനിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കുറേ മദ്യം കുടിച്ച ശേഷമാണ് നന്ദിനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് നന്ദിനിയുടെ വീട്ടിൽ പോയി കതകിൽ മുട്ടിയിട്ട് നന്ദിനി കതക് തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദിനിയും മുത്തശ്ശിയും യതീന്ദ്രനും പ്രിയങ്കയും കാർത്തികയും ഒക്കെ ഉണരുകയാണ്. അപ്പോൾ നന്ദിനി, ആരാണാവോ ഇത്, എന്താ മുത്തശ്ശി പറയണേ, എങ്കിൽ ഞാൻ കൂടി വരാം, നീ തനിച്ചു പോവണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കതക് തുറക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും യതീന്ദ്രനും പ്രിയങ്കയും കാർത്തികയും ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നന്ദിനി ഞാനാണ് എന്ന് പറയുമ്പോഴാണ് നന്ദിനി കതക് തുറക്കുന്നത്. അങ്ങനെ എന്ത് സാർ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളെല്ലാവരും ഉറങ്ങിയിരുന്നോ, അല്ലാതെ പിന്നെ ഈ നേരത്തെ എന്ത് ചെയ്യാനാ, തനിക്കുറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം, പക്ഷേ ഞാൻ ഉറങ്ങിയോ എന്ന് നീ ഒന്ന് ചോദിച്ചോ, നീ ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും ചോദിച്ചോ. നന്ദിനി പറയണേ, സാറിന്റെ വീട്ടിലല്ലേ, ആ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ. എല്ലാവരും അവിടെ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണോ. എന്നിട്ട് സൂര്യ സുദേവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, അച്ഛാ, എനിക്ക് ഇയാളില്ലാതെ അവിടെ ഉറങ്ങാൻ കഴിയില്ല. ഞാൻ കുടിച്ചാലും ഇല്ലെങ്കിലും ബെഡ് കണ്ട ഞാൻ ബോധം കെട്ട് ഉറങ്ങാറാണ് പതിവ്. പക്ഷേ കുടിക്കുമ്പോൾ ഇയാള് എന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയും, സൂര്യ സാർ എന്ന് പറയും. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സൂര്യ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അപ്പോൾ കാർത്തികയും പ്രിയങ്കയും ഒക്കെ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. മുത്തശ്ശി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. മനോജിന്റെ കയ്യിൽ പണം കൊടുത്തതും തെറ്റ്, മനോജ് ഇവിടെ വന്ന് പണം തന്നതും തെറ്റ്. പക്ഷേ ഞാൻ ആരെയും ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇയാള് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതൊന്ന് പൊറുത്തൂടെ, എന്നിട്ട് എന്റെ കൂടെ വരാലോ. നന്ദിനി പറയണ, ആ പണം ഞാൻ പത്മ മേഡത്തിന് കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നത്. നന്ദിനി, തന്റെ വാശികൾ ജയിക്കുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ആ പത്മ മേഡം ഉണ്ടല്ലോ, എന്റെ അമ്മ, അവരുടെ മുന്നിൽ നീ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ എനിക്ക് സന്തോഷമാണ്. പക്ഷെ നീ ഇല്ലാതെ എനിക്ക് അവിടെ പറ്റില്ല. താൻ അവിടേക്ക്
വരുന്നില്ലെങ്കിൽ ഞാനും അവിടേക്ക് പോകുന്നില്ല, ഞാനും ഇവിടെ തൻ്റെ കൂടെ നിന്നോളാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല സാർ, കുടുംബം തകർത്തു എന്നുള്ള പേര് കൂടി എനിക്ക് കേൾക്കാൻ കഴിയില്ല. സാർ ഇപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ചു പോവണം. നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ഈ ചേച്ചി പറയുന്നത് ശരിയാണോ? അത് പിന്നെ ഏട്ടാ എന്ന് പറയുമ്പോൾ ഇല്ല സാർ, സാർ ഇവിടെ നിൽക്കില്ല, സാർ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും തിരിച്ചു പോവണം. സാറിന്റെ ഈ വരവിൽ പോലും എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സുദേവൻ പറയണ മോള് പറയുന്നത് കേൾക്ക് സാർ, സാറിന്റെ നന്മയെ കരുതിയിട്ടാണ് മോള് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോവണമെന്നാണ് പറയുന്നത്. ഞാൻ പോവില്ല, എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കിടന്നാൽ മതി. ഇല്ല സാർ, സാർ ഇവിടെ നിന്നും പോവണം. അങ്ങനെയാണോ? താനപ്പോൾ എന്നെ ഇവിടെ കിടത്തില്ല എന്നാണോ പറയുന്നത്? എങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിലത്ത് തന്നെ സൂര്യ കിടക്കുകയാണ്. അയ്യോ സാർ, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് മുത്തശ്ശിയും സുദേവനും ഒക്കെ പറയണേ. പക്ഷേ നിങ്ങളെല്ലാവരും പോയി കിടന്നോ, ഞാൻ ഇവിടെ തന്നെ ഉറങ്ങിക്കോളാം, നിങ്ങളൊക്കെ പോയി ഉറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയണേ, എന്താണ് ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്നത്? ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നിങ്ങളൊക്കെ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് സുദേവനെയും മുത്തശ്ശിയെയും പ്രിയങ്കയെയും കാർത്തിയെയൊക്കെ നന്ദിനി പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ കിടക്കുന്ന തൊട്ടുഭാഗത്ത് തന്നെയായിട്ട് നന്ദിനി അവിടെ തന്നെ ഇരിക്കുകയാണ്. സാർ എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? സാർ ഒന്ന് പോവോ? തനിക്ക് വാശിയില്ലേ? അപ്പോൾ എനിക്കും വാശിയാണ്, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ആ വീട്ടിൽ പോയി കിടക്കുന്നതിലും ഭേദം എനിക്ക് ഇവിടെ കിടക്കുന്നതാണ് സുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലത്ത് കിടക്കുന്നത്. എന്നിട്ട് നന്ദിനിയോട് പറയണേ, നീ പോയി കിടന്നോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇല്ല സാർ, ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്തായാലും പോവില്ല. നല്ല കുടുംബമുള്ളവര് സുഖമായിട്ട് പോയി കിടന്നൂടെ, അല്ലാത്തവർക്കല്ലേ തെരുവിലും തിണ്ണയിലൊക്കെ പോയി കിടക്കേണ്ടതുള്ളൂ. എന്നിട്ട് സൂര്യ ഷർട്ടിന്റെ ബട്ടനൊക്കെ ഊരിയിട്ട് പറയണ, നല്ല ചൂടാണല്ലേ എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ സാറിനോട് പറഞ്ഞത് അവിടെ പോയി AC-യിൽ പോയി കിടന്നോ എന്ന്. ഇല്ല, AC ഒന്നും വേണ്ട, ശരീരം വേർക്കുമ്പോഴല്ലേ AC വേണ്ടുള്ളൂ, മനസ്സ് വേർക്കുമ്പോൾ AC ഇല്ലല്ലോ. അപ്പോൾ നന്ദിനി പോയിട്ട് ഒരു വിഷറി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി നീ പോയി കിടന്നോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാനിവിടെ സേഫാണെന്ന് പറഞ്ഞ് സൂര്യ അവിടെ അങ്ങ് കിടക്കുക കേട്ടോ. അപ്പോൾ നന്ദിനി സൂര്യയുടെ തൊട്ട് തലയുടെ ഭാഗത്തായിട്ട് ഇരുന്നു കൊണ്ട് സൂര്യക്ക് ഇങ്ങനെ വിഷറി കൊണ്ട് വീശി കൊടുക്കണം. അപ്പോൾ മുത്തശ്ശിയും പ്രിയങ്കയും കാർത്തികയും ഒളിഞ്ഞു നോക്കുക കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയണേ, കണ്ടോ വീശി കൊടുക്കുന്നത്, എന്നിട്ട് നിന്റെ ചേച്ചി പറയും ഞാനും സൂര്യ സാറും തമ്മിൽ ഒന്നുമില്ല എന്ന്. അപ്പോൾ പ്രിയങ്ക പറയണേ, അവര് തമ്മിൽ നല്ല കട്ട പ്രേമാണ്. അങ്ങനെ അവർ സംസാരിച്ചിട്ട് റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് സൂര്യ ഉണർന്നു നോക്കുമ്പോഴാണ് തലയ്ക്കും ഭാഗത്തായി നന്ദിനി ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ സൂര്യ നന്ദിനിയെ തട്ടി വിളിക്കാണ്, നന്ദിനി നീ ഇവിടെ തന്നെ ഇരിക്കായിരുന്നോ? സൂര്യ സാറ് കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോയി, സാറിനെ എങ്ങനെയാ തനിച്ച് ഇവിടെ കിടത്തുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. അപ്പോഴത്തേക്കും മുത്തശ്ശിയും യതീന്ദ്രനും പ്രിയങ്കയും കാർത്തികയും വരികയാണ്. സോറി നന്ദിനി, നമുക്ക് എന്നാ വീട്ടിലേക്ക് പോവാം. വേണ്ട, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഞാൻ വരുന്നില്ല. അച്ഛാ ഞാൻ പോവാണ്, പക്ഷേ ഇയാൾ അവിടെ ഇല്ലാത്തതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ, പക്ഷേ ഇയാളുടെ വാശി ജയിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞ് സൂര്യ നല്ല വിഷമത്തോടു കൂടി നന്ദിനിയെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി നന്ദിനിയോട് പറയണ്, കഷ്ടമുണ്ട് മോളെ, എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? അപ്പോൾ ദേവൻ പറയണ്, സാറിനെ പോലെയുള്ള ഒരാള് നിലത്ത് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ മോളെ? സാറ് ഏത് കുടുംബത്തിൽ നിന്നാ വരുന്നെന്നുള്ളത് അച്ഛൻ അറിയില്ലേ? അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അച്ഛൻ അറിയില്ലേ? പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഇന്നലെ സാറിനെ നിർബന്ധിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്തായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്താല് സാറ് പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് തീരുമാനിക്കും. അപ്പോ പത്മ മേഡം പറഞ്ഞ ആരോപണം ശരിയാവും, അത് വേണായിരുന്നോ? അപ്പോ കാർത്തിക പറയണേ, ചേച്ചി ഇവിടെ വെറുതെ നിൽക്കാണ്, താലി കെട്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ കല്യാണം ഒന്നുമല്ല എന്നുള്ള കാര്യമൊന്നും ഇനി ചേച്ചി പറയരുത്. അപ്പോ പ്രിയങ്ക പറയണേ, ചേട്ടൻ ചേച്ചിയെ എന്തുപോലുമാണ് സ്നേഹിക്കുന്നത്, ഇങ്ങനെ ഒരു ഭർത്താവിനെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ നന്ദിനി പറയണേ, മതി, ദാമ്പത്യത്തിന്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു, നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? അപ്പോ മുത്തശ്ശി, അല്ല മോളെ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ എന്നെ ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാലേ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. കാർത്തിക പറയണേ, ഇന്നലെ മുഴുവനും ഏട്ടന്റെ കൂടെ ഇരുന്നതല്ലേ, അപ്പോ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കാനേ മനഃപൂർവ്വം വഴക്കുണ്ടാക്കുക. അപ്പോ നന്ദിനി ഇത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് പറയാണ്, അതേടി ഞാൻ മനഃപൂർവ്വം തന്നെ വഴക്കുണ്ടാക്കുക, ഇനി ഇക്കാര്യം ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ എന്റെ തനി സ്വരൂപം നിങ്ങൾ എല്ലാവരും കാണും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ പ്രിയങ്കയും കാർത്തികയും മുത്തശ്ശിയും സുദേവനൊക്കെ പുഞ്ചിരിക്കാണ്. പിന്നീട് നന്ദിനിയും ആരതിയും കൂടി ശേഖർ എന്ന് പറഞ്ഞ പലിശക്കാരന്റെ അടുത്തേക്ക് ചെല്ലണം. 2 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി അയാൾ പറയുന്ന തുക പലിശയായി കൊടുത്തോളാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ചെല്ലുന്നത്. അപ്പോൾ ശേഖർ എന്ന് പറഞ്ഞ പലിശക്കാരൻ കുറച്ച് കൊള്ളപ്പലിശ വാങ്ങുന്ന ഒരാളാണ്, ഒരു വൃത്തികെട്ടവനായിരിക്കും. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് നന്ദിനിയും ആരതിയും കൂടി പൈസ വാങ്ങുന്നത്, 2 ലക്ഷം രൂപ വാങ്ങുന്നത്. അതാണ് ഇനി പത്മയ്ക്ക് കൊണ്ടുകൊടുക്കുന്നത്. അതുപോലെ സുദേവന് ഇനി ഒരു ജോലി പ്രശാന്ത് റെഡിയാക്കി കൊണ്ടുവരികയാണ്. സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്, സെക്യൂരിറ്റി പണിയാണ് പ്രശാന്ത് കൊണ്ടുവരുന്നത്. അതും പത്മയുടെ വീട്ടിലാണ് കേട്ടോ സെക്യൂരിറ്റി ആയിട്ട് സുദേവന് ജോലി കിട്ടുന്നത്. അങ്ങനെ നന്ദിനിയും ആ വീട്ടിലുള്ളവരും അറിയാതെയാണ് സുദേവൻ ആ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നത്.
പറയുന്നത്. അപ്പോൾ നന്ദിനിയുടെ അച്ഛൻ സെക്യൂരിറ്റി ആയി ജോലി ചെയ്യുന്ന ആ വീട്ടിൽ ജോലി ചെയ്യുന്ന കാര്യം ഇന്ദ്രജയ്ക്കും വേദയ്ക്കും വിജയനും അറിയും. അത് അവര് ക്രൂരമായിട്ട് തന്നെയാണ് നന്ദിനിയുടെ അച്ഛനോട് പെരുമാറുന്നത്.